കൊല്ലത്ത് മകൻ അമ്മയുടെ കൈ തല്ലിയൊടിച്ചു. വെള്ളം നൽകാത്തതിനായിരുന്നു മർദ്ദനം. കടക്കൽ കൊട്ടുകൽ സ്വദേശി കുലിസം ബീവിക്കാണ് പരിക്കേറ്റത്. മകൻ നിസാറുദ്ദീനെ പോലീസ് പിടികൂടി. ഒരടി ഞാൻ അടിക്കാൻ വന്നത് ഞാൻ മാറിയപ്പോൾ ഈ മുട്ടയ്ക്കുണ്ട് അവിടെ അങ്ങ് കയറി വീങ്ങി ഇവിടെ അടയാളമുണ്ട്. രണ്ടാമത് ഈ കൈ കൊണ്ട് ഞാനിങ്ങനെ ഈ കൈ കൊണ്ട് തടയപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ വിളിച്ചു ഞാൻ ഒന്നുകൂടെ വിളിച്ചു ഉറച്ച് വിളിച്ചു ഒന്നുകൂടെ എന്നും പറഞ്ഞ് രണ്ടാമത് ഒരു അടി അടിച്ചു. ആ അടിയായി ഒടിഞ്ഞതും മുട്ടയതൊക്കെ. ഷമീർ അബ്ദുൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, ഈ വെള്ളം നൽകാത്തതിനായിരുന്നു ഈ മർദ്ദനം, അതും ആ അമ്മയ്ക്ക് നേരെ. അമ്മയ്ക്ക് പ്രായമുള്ള ഒരു അമ്മയാണ്, നമ്മൾ ആ ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. എന്താണ് ആ ഉമ്മ പറയുന്നത്? ഒപ്പം തന്നെ എന്നാണ് ഈ സംഭവം നടന്നത്? വീണ, ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മകൻ നിസാറുദ്ദീൻ വെള്ളം ആവശ്യപ്പെടുകയും പിന്നീട് വെള്ളം നൽകാൻ വൈകിയതിനെ തുടർന്ന് ഈ മാതാവിനെ വീട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്ന് മർദ്ദിക്കുകയും ചെയ്തു. ഇതിനുശേഷം സമീപത്തുണ്ടായിരുന്ന കിണറിൽ നിന്നും ഈ അമ്മയെ കൊണ്ട് തന്നെ വെള്ളം ഇയാൾ കോരിപ്പിച്ച ശേഷമാണ് വിറക് തടിയെടുത്ത് ഈ കൈ തല്ലി ഒടിച്ചത്. അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് ഇവരുടെ നിലവിളി കേട്ടും കൂടിയെത്തിയ നാട്ടുകാരാണ് ഈ നിസാറുദ്ദീനെ പോലീസിൽ ഏൽപ്പിച്ചത്. ഇവർക്ക് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. നിരന്തരമായി ഇയാൾ ഈ അമ്മയെ ഇത്തരത്തിൽ ഉപദ്രവിക്കാറുണ്ട് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇവരെ നിരന്തരമായി വിധേയമാക്കുമായിരുന്നു. മകനായതുകൊണ്ട് തന്നെ 67 വയസ്സുകാരിയെ കുലിസം ബേബി ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയില്ലായിരുന്നു. ഇതെല്ലാം അവർ സഹിച്ചുകൊണ്ട് ആ വീട്ടിൽ കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മർദ്ദനം വലിയ രീതിയിലേക്ക് മാറുകയും ഇവരെ കൈക്ക് പൊട്ടലുണ്ടാകുന്ന രീതിയിൽ വരെ വിറക് തടി കൊണ്ട് അടിക്കുകയൊക്കെ നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇവർ ഈ പരാതി പോലീസിന് നൽകിയത്. എന്തായാലും ഈ സംഭവത്തിൽ മകൻ നിസാറുദ്ദീനെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇവരുടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ സംയോജിതമായ ഒരു ഇടപെടലിലൂടെയാണ് ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായത് എന്നാണ് ഇപ്പോൾ ഈ കടക്കൽ പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. മകനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വീണ, കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.